ഹായ് നമസ്കാരം, എൻ്റെ പേര് അഷ്കർ എന്നാണ്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഓക്സിജനോ ഇന്റർനാഷണൽ പ്ലാൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടാണ് പ്ലാൻ പ്രസന്റ് ചെയ്യുന്നത്. യെസ്, എനിവേ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഹാപ്പിനെസ്. നമുക്കറിയാം, സന്തോഷമായിട്ടിരിക്കാൻ മൂന്ന് കാര്യങ്ങൾ വേണമെന്നാണ് പറയാം അല്ലെ. പീസ്, ഹെൽത്ത്, അതുപോലെ തന്നെ വെൽത്ത് എന്നുള്ളത്. സോ ഈ മൂന്ന് കാര്യം ഒരുമിച്ച് കിട്ടുന്ന ഒരിടമാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. പകരം ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 2018 കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത് ബാംഗ്ലൂരാണ്. കമ്പനി സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സിൽ ലിസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 6 വർഷമായി കൃത്യമായിട്ട് GST, TDS എല്ലാം അടച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ എല്ലാ ഗൈഡ്ലൈൻസും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ കമ്പനിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. കമ്പനിയുടെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ആ, ഒരു 500 ഫോർച്യൂൺസ് കമ്പനീസിൽ ഏറ്റവും ടോപ്പ് 10ൽ എത്തിച്ചേരുക എന്നുള്ളതാണ് കമ്പനിയുടെ വിഷനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി 2035 സമയത്ത്. അതുപോലെ തന്നെ എല്ലാ ജനങ്ങളെയും കൃത്യമായിട്ട് സമാധാനം, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ഹെൽത്തും അതുപോലെ തന്നെ വെൽത്തും പീസും സമാധാനവും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ മിഷൻ. ആ വിഷണറി ഫൗണ്ടർ അബ്ദുൽ അർഷാദ് സാറാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ ലീഗൽ അഥന്റിക്കേഷൻസ് ആണ്. ഇനി ഈ ഒരു കമ്പനി ഒരു പ്രൊജക്ട് ബേസ്ഡ് കമ്പനിയും കൂടിയാണ്. അതിൽ ആദ്യത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ്. രണ്ടാമത്തെ പ്രൊജക്ട് ഓക്സി സ്മാർട്ട് ടീ ഷോപ്പ്. മൂന്നാമത്തെ പ്രൊജക്ട് ഓക്സി ചാനൽ പാർട്ണർഷിപ്പ്, ഓക്സി ഡയറക്ട് സെല്ലിംഗ്, മൈ ട്രീ മൈ ബർത്ത്, ഓക്സി സിറ്റി, ഓക്സി പേ, അതുപോലെ തന്നെ ഓക്സി പ്രൊക്യൂർമെന്റ്, ഓക്സി സർവീസസ്. ഇങ്ങനെ ഒട്ടനവധി പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കമ്പനിയിലെ ആദ്യം പറഞ്ഞുള്ള ഒരു സൂപ്പർ പ്രൊജക്ട് തന്നെയാണ് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ അധിക ആളുകളും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ജീവിതശൈലി രോഗങ്ങൾ, അല്ലെ? അപ്പൊ ഈ ജീവിതശൈലി രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 1 പ്രൊഡക്ഷൻ ഉള്ള ഒരു കമ്പനിയാണ് ഓക്സി എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും 100% നാച്ചുറൽ ആണ്, 100% ഹെർബൽ ആണ്, സീറോ കെമിക്കൽ ആണ്, സീറോ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ പ്രൂവൻ റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റുകളാണ് നമുക്കുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റുകളും റിസർച്ച് ആൻഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡോക്ടർ സജീവ് കുമാർ സാറാണ്. അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം പറയുന്നത് തന്നെ ഫുഡ് സീക്വൽ ടു മെഡിസിൻ എന്നാണ്. ഓക്കെ, അതായത് ഭക്ഷണത്തിലൂടെ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാം എന്നാണ് അദ്ദേഹം എപ്പോഴും നമ്മൾ പറയാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അദ്ദേഹം ഒരു ആയുശ്രീ പത്മ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫൗണ്ടറും കൂടിയാണ്. അതുപോലെ തന്നെ എത്തനോ മെഡിസിനിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ് നമ്മുടെ ഡോക്ടർ സജീവ് കുമാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റുകളൊക്കെ മാനേജ് ചെയ്യുന്നത് നമുക്കൊരു വെൽനസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ AV സുരേഷ് ആണ്. റിട്ടയർഡ് DMO ആണ് കാസർഗോഡ് ജില്ലയിൽ. ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അനാലിസിസ് ഫോം, അതായത് പ്രൊഡക്റ്റിന്റെ കൂടെ തന്നെ അനാലിസിസ് ഫോം കൊടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും സെൻട്രൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഓക്കെ, അതുപോലെ കമ്പനിയുടെ രണ്ടാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു അവസരം കൂടിയാണ് സ്മാർട്ട് ഷോപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ആമസോൺ, ഓയോ, സൊമാറ്റോ, യൂബർ, ഫ്ലിപ്കാർട്ട് കേട്ടിട്ടുണ്ട് അല്ലെ? ഇതുപോലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു എംബ്ലം സ്മാർട്ട് ഷോപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ പറയുന്നത് തന്നെ അവർ എക്സ്പെൻഡിച്ചർ ഈസ് അവർ ഇൻകം എന്നാണ്. അതായത് നിങ്ങളെ ചെലവുകളെ ഇനി വരുമാനമാക്കി മാറ്റാം എന്നുള്ളതാണ്. ഈ ആപ്ലിക്കേഷന്റെ ഒഫീഷ്യൽ ലോഞ്ച് വരുന്നത് കമ്പനിയിൽ 10 lakh കസ്റ്റമർ ആവുന്ന സമയത്താണ്. 2030 ആകുമ്പോൾ 1 ട്രില്യണിലേക്കാണ് കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത്. 2040 ആകുമ്പോൾ 100 ട്രില്യൺ. അപ്പോൾ വലിയൊരു വിഷനോട് കൂടി പ്രവർത്തിക്കുന്ന പ്രൊജക്റ്റുകളുള്ള ഒരു കമ്പനി തന്നെയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കമ്പനിയിലെ ഓക്സി ചാനൽ പാർട്ണർ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ നാട്ടില് ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് ഇട്ട് വെക്കുന്ന സമയത്താണ് അല്ലെ, അത് മാറ്റി കൊടുക്കുന്ന സമയത്താണ് ആ മേഖലയിൽ നമ്മൾ വിജയിക്കാറ്. നമ്മുടെ നാട്ടില് ഒരുവിധ ആളുകളൊക്കെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് എന്ത്, ഷോപ്പിൽ ഇന്ന് കച്ചവടക്കാരില്ലാത്തൊരു വിഷയം അല്ലെ. അപ്പോൾ ഷോപ്പുകാരെ ഈ ഒരു ചാനൽ പാർട്ട്ണർ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിലേക്കുള്ള കമ്മ്യൂണിറ്റിയെ എന്ത് ചെയ്യുന്നു,
ഓക്സി ഇന്റർനാഷണൽ കൊടുക്കുന്നു. അപ്പോൾ കടക്കാരെയും കസ്റ്റമേഴ്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി കമ്പനിക്ക് പ്രൊജക്റ്റ് ആയിട്ടുണ്ട്, ഓക്സി ചാനൽ പാർട്ണർ സിസ്റ്റം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CPs ആയിട്ടുള്ള, അതായത് കച്ചവടക്കാരായിട്ടുള്ള ആൾക്കാരുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഒന്ന് ഫ്രീ ആയിട്ട് അഡ്വർടൈസ്മെന്റ് കിട്ടുന്നുള്ളതാണ്, രണ്ട് പെർമനന്റ് കസ്റ്റമേഴ്സിന് അവർ കിട്ടുന്നുള്ളതാണ്, മൂന്ന് കമ്പനി സെൻട്രലൈസ് പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നുള്ളതാണ്, നാല് ഓൺലൈൻ സപ്പോർട്ട്. അത് നമ്മുടെ സ്മാർട്ട് ടീ ഷോപ്പ് ആപ്ലിക്കേഷനിലൂടെ അവരുടെ ഷോപ്പ് രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ ആ ഷോപ്പിൽ ലഭ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അതിൽ ഷോ ആവുകയും അതിന്ന് ആഡ് ടു കാർഡിലേക്ക് ഇട്ട് സിമ്പിളായിട്ട്, അതായത് ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള പല ഷോപ്പുകൾക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിസ്റ്റം ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇനി ഓക്സി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് 3 രീതിയിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഓക്സി കസ്റ്റമർ ആയിട്ട് വരാം. ഓക്സി കസ്റ്റമർ ആയിട്ട് വരുന്ന വ്യക്തിക്ക് അബ്സല്യൂട്ട്ലി 10,000 രൂപയുടെ ഒരു റെഡീം വാലറ്റ് അക്കൗണ്ട് കമ്പനി നൽകുന്നതാണ്. അതുപോലെ തന്നെ കമ്പനി പ്രിവിലേജ് കസ്റ്റമർ ആയിട്ട് വരുന്ന ആൾക്ക് 30,000 രൂപയാണ്. അതുപോലെ തന്നെ കമ്പനി പ്രീമിയം കസ്റ്റമേഴ്സിന് 1,00,000 രൂപയുടെ റെഡീം വാലറ്റ് ആണ് കമ്പനി നൽകുന്നത്. അതുപോലെ തന്നെ നമുക്ക് കമ്പനിയുടെ പ്രീ ലോഞ്ചിങ് ടൈം ആയതുകൊണ്ട് തന്നെ ആദ്യം വരുന്ന 1 കോടി കസ്റ്റമേഴ്സിന് കമ്പനി 10,000 രൂപയുടെ റെഡീം വാലറ്റ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ടല്ല. നിങ്ങളുടെ അഡ്രസ്സും പേരും മൊബൈൽ നമ്പർ ജിമെയിൽ പിൻകോഡ് ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങളുടെ ആരാണോ ഈ വീഡിയോ ലിങ്ക് അയച്ചെന്ന് അവർക്ക് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ID രജിസ്റ്റർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി ഓക്സി ഡയറക്ട് സെല്ലിങ്ങിൽ 13 ടൈപ്സ് ഓഫ് ഇൻകം ആണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. ഒന്ന് സ്മാർട്ട് ഷോപ്പിൽ വരുന്നത് റെഡീം വാലറ്റ് ഇൻകം 19 ലെവൽ ഇൻകം ഉണ്ട്, ഷോപ്പ് ടേൺ ഓവർ ബോണസ് ഉണ്ട്, ഷോപ്പ് ടൈപ്പ് ഇൻകം ഉണ്ട്. ഫസ്റ്റ് പർച്ചേസിൽ വരുന്നത് ഫസ്റ്റ് പർച്ചേസ് ബോണസ് വരുന്നുണ്ട്, ടീം ബോണസ് വരുന്നുണ്ട്, ITB വരുന്നുണ്ട്. മൂന്നാമതായിട്ട് പ്രൊഡക്റ്റ് റീപർച്ചേസ് ഇൻകം വരുന്നുണ്ട്. അതിൽ ഏകദേശം 6 ടൈപ്പ് ഇൻകം ആണ് നമുക്ക് വരുന്നത്. ഇനി ഓക്സി ചാനൽ പാർട്ട്നർ സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ നിന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ, ഹോം അപ്ലയൻസ്, ഫ്രൂട്ട് ഷോപ്പുകൾ, ടെക്സ്റ്റൈല്, റെസ്റ്റോറൻറ്റുകൾ, ഇതുപോലുള്ള ഒരുപാട് കാറ്റഗറിയിൽ ബേക്കറി, ഇതുപോലുള്ള പല കാറ്റഗറി ഷോപ്പുകളെ ടൈപ്പ് ചെയ്യുന്ന സിസ്റ്റമാണ് ഓക്സി ചാനൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഒരു പിൻകോഡിൽ ഒരു കാറ്റഗറിയിൽ 2 ഷോപ്പുകളാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഏകദേശം 50ഓളം കാറ്റഗറി ഷോപ്പുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ടൈപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അപ്പോ നമുക്കറിയാം, നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പല കടകളിലായിട്ട് നമ്മൾ ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നവരാണ് മന്ത്ലി. നിങ്ങളൊരു 10,000 രൂപ നിങ്ങൾ മന്ത്ലി ഈ ഷോപ്പുകളിൽ സ്പെൻഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓക്സി ടൈപ്പ് ചെയ്ത ഷോപ്പുകളിൽ പോയിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, അതായത് നിങ്ങൾ അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സെയിം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ആ ഷോപ്പുകളിൽ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്ലാറ്റ്ഫോം ചാർജ് ആയിട്ട് ആ ഷോപ്പുകാരൻ 10% ആവറേജ് ഓക്സി പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു 1,000 രൂപ ജനറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഈ 1,000 രൂപ കമ്പനി എന്ത് ചെയ്യണം, കസ്റ്റമറിനും ആ കസ്റ്റമർ വരാൻ കാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ വീതിച്ചു കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാ നമുക്ക് നോക്കാം. അതിന് 40% തിരിച്ചു കിട്ടുന്നത് റെഡീം വാലറ്റിലേക്കാണ്. അതായത് നിങ്ങൾ ഫ്രീ കസ്റ്റമർ ആയിട്ട് വന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 10,000 രൂപ മാസം സ്പെൻഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ നിങ്ങളെ ചിലവുകളെ വരുമാനമാക്കി മാറ്റാം. അതായത് 40% നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ 19 ലെവലിലേക്ക് 190 രൂപയാണ് 1,000 രൂപയിൽ നിന്ന് കമ്പനി മാറ്റി വെക്കുന്നത്. അതുപോലെ തന്നെ ആരാണോ ആ ഷോപ്പ് ഓക്സിയിലേക്ക് ടൈപ്പ് ചെയ്തിരിക്കുന്ന ആ വ്യക്തിക്ക് 5%, അത് 50,000 രൂപ. അതായത് ഒരു വ്യക്തി 10,000 രൂപക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് എവരി കസ്റ്റമേഴ്സിന്റെ നിന്നും നമുക്ക് 50 രൂപ നമുക്ക് ഷോപ്പ് ടൈപ്പിന്റെ ഇൻകം ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ കമ്പനിയിൽ ഒരു 4 റാങ്കുകളിൽ കമ്പനി റോയാലിറ്റി എന്നുള്ള രീതിയിൽ വരുമാനം കൊടുക്കുന്നുണ്ട്. റൈഡർ റാങ്ക്, ഡ്രീമർ റാങ്ക്, സ്പാർട്ടൻ റാങ്ക്, ക്യാപ്റ്റൻ റാങ്ക്. അപ്പോൾ ഈ ഒരു റാങ്ക് അടിക്കുക എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ക്രൈറ്റീരിയ ആണ്. അത് നെക്സ്റ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് റൈഡർ റാങ്ക് അടിക്കുക, ഡ്രീമർ റാങ്ക് അടിക്കുക എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ റൈഡർ റാങ്കിലേക്ക് കമ്പനി പൂളിലേക്ക് മാറ്റിവെക്കുന്ന 20 രൂപയാണ്, ഡ്രീമർ പൂളിലേക്ക് മാറ്റിവെക്കുന്ന 20 രൂപയാണ്, സ്പാർട്ടൻ റാങ്കിലേക്ക് മാറ്റിവെക്കുന്ന 10 രൂപയാണ്, ക്യാപ്റ്റൻ റാങ്കിലേക്ക് മാറ്റിവെക്കുന്ന 10 രൂപയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് 1,000 രൂപയെ കമ്പനി ഡിവൈഡ് ചെയ്യുന്ന. ബാക്കി എമൗണ്ട് കമ്പനിയുടെ പ്ലാറ്റ്ഫോം ചാർജ് പ്ലസ് GST ആയിട്ടാണ് പോകുന്നത്. ഇനി ബിസിനസ് ഡെവലപ്മെന്റ്, നമുക്ക് ഇതിന് നിങ്ങളൊരു പ്രിവിലേജ് മെമ്പർ ആയി കഴിഞ്ഞാൽ ഇതില് പ്രിവിലേജ് മെമ്പർ ആയി കഴിഞ്ഞാൽ 2 രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് പ്രൊമോട്ട് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ടീം വർക്കിലൂടെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. ഡയറക്റ്റ് നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ 10% അത് ലെവലിംഗത്തിലെ 19%-ത്തിലെ 10%
ഡയറക്റ്റ് റെഫർ ചെയ്യുന്ന വ്യക്തിക്കാണ് കമ്പനി കൊടുക്കുന്നത്. അതായത് നിങ്ങൾ 10 ഫ്രീ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 10 ഫ്രീ കസ്റ്റമറും 10,000 രൂപക്ക് പല ഷോപ്പുകളിൽ പർച്ചേസ് ചെയ്യുന്നെങ്കിൽ അവിടെ ഒരു വ്യക്തിയുടെ അടുത്ത് 100 രൂപ എവറി മന്ത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അതായത് നിങ്ങളുടെ മന്ത്ലി വരുമാനം 10 ആളെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്ലി വരുമാനം 1000 ആയിരിക്കും. 100 ആള് ഫ്രീ കസ്റ്റമർ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനം 10,000 ആയിരിക്കും. ഇനി 1000 ആളുകളൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളാണെങ്കിൽ 1,00,000 രൂപയ്ക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഇതിൽ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടീം വർക്കിലൂടെ നമുക്ക് ലക്ഷക്കണക്കിന് രൂപയിലേക്ക് വളരെ സിമ്പിൾ ആയിട്ട് എത്താൻ പറ്റും. അത് ഒരു ഉദാഹരണം പറയും, 10ന്റെ സ്ട്രാറ്റജി എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു 10 പ്രിവിലേജ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് വിചാരിക്കാം. ഒരാളെ നിന്ന് 100 രൂപ വെച്ച് കിട്ടി, നിങ്ങൾക്ക് ആ മാസം 1000 രൂപ വരുമാനം കിട്ടി. രണ്ടാമത് നിങ്ങൾ കൊണ്ടുവന്ന ആ 10 ആളുകളും ഒരു 10 ആളുകളെ വെച്ച് കൊണ്ടുവന്നു, നിങ്ങളുടെ സെക്കൻഡ് ലെവലിൽ 100 മെമ്പേഴ്സ് ആയി. പക്ഷെ അവരുടെ നമുക്ക് കിട്ടുന്നത് 0.5% ആണ്. 1000ന്റെ 0.5% എന്ന് പറഞ്ഞാൽ 5 രൂപ. അപ്പൊ 100 × 5 500 രൂപ കിട്ടി. മൂന്നാമത്തെ ലെവലിൽ 1000 മെമ്പേഴ്സിന്റെ അടുത്ത് 5 രൂപ വെച്ച് കിട്ടുമ്പോൾ 5000 രൂപ. നാലാമത്തെ ലെവലിൽ 10,000 × 5 എന്ന് പറയുമ്പോൾ 50,000 രൂപ. അഞ്ചാമത്തെ ലെവലിൽ 1,00,000 മെമ്പേഴ്സിന് 5 രൂപ വെച്ച് കിട്ടുമ്പോൾ 5 ലക്ഷം രൂപ. ആറാമത്തെ ലെവലിൽ 10 ലക്ഷം മെമ്പേഴ്സിന്റെ അടുത്ത് 5 ലക്ഷം വെച്ച് കിട്ടുമ്പോൾ 50 ലക്ഷം രൂപ. ഇങ്ങനെ 19 ലെവൽ ഓഫ് ഇൻകം കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് റെഫർ ചെയ്യാം, അതുപോലെ തന്നെ ടീം വർക്കിലൂടെ നമുക്ക് ടീമിനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഷോപ്പ് ടേൺ ഓവർ ബെനിഫിറ്റ്. ഓക്കെ, ഒരു 10 കോടി RP ബിസിനസ് ഷോപ്പ് ടൈപ്പിലൂടെ നടന്നു വിചാരിക്കാം. ഓക്കെ, 10 കോടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തരും 10-30,000 രൂപയാണ് ഇന്ന് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 RP എന്ന് പറയും, 10 കോടി RP എന്ന് പറയുമ്പോൾ 1000 കോടി രൂപയുടെ ബിസിനസ് നടന്നു കഴിഞ്ഞാൽ ഓക്കെ, ഓക്സി റൈഡറിലേക്ക് പോകുന്നത് ഓരോ പർച്ചേസിൽ നിന്നും 2 രൂപയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ കൂട്ടുന്ന സമയത്ത് 10 RP കണക്കെടുക്കുന്ന സമയത്ത് ഏകദേശം 20 കോടി രൂപയാണ് ആ റൈഡർ റാങ്കിലേക്ക് മാത്രം. ഒരു 1000 കോടി സെയിൽ നടക്കുന്ന സമയത്ത് 20 കോടി രൂപയാണ് നമ്മുടെ റൈഡർ റാങ്കിലേക്ക് പോകുന്നത്. അവിടെ ഒരു 10,000 ലീഡേഴ്സ് ആണ് ഉള്ളതെങ്കിൽ ഓരോ വ്യക്തികൾക്കും എവറി മന്ത് 20,000 രൂപ വരുമാനം കിട്ടും എന്നുള്ളതാണ്. ഇനി ഡ്രീമർ ആണ് നിങ്ങളെങ്കിൽ, ഈ കമ്പനിയിലെ ഡ്രീമർ ആയിട്ടുള്ള റോയാലിറ്റി അച്ചീവ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ അതിലേക്കും കമ്പനി കൊടുക്കുന്നത് 2 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ 10 കോടി RP കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 20 കോടി രൂപ ആ റാങ്കിലുണ്ടാവും. പക്ഷെ 10,000-ന് നേർ ഒരു 1% ആയിരിക്കും മിക്കവാറും ഡ്രീമർ റാങ്കിൽ ഉണ്ടാവുക. ഏകദേശം 1000 ലീഡേഴ്സ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓരോ ആ റാങ്കിലുള്ള ഓരോരുത്തർക്കും വീതിക്കുന്ന സമയത്ത് 2 ലക്ഷം രൂപ റോയാലിറ്റി മാത്രമായിട്ട് നമുക്ക് കിട്ടും എവറി മന്ത്. ഇനി സ്പാർട്ടൺ റാങ്കിലാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം ആയിരിക്കും. ക്യാപ്റ്റൻ റാങ്കിലാണെങ്കിൽ 1 CR കിട്ടാനുള്ള അവസരമുണ്ട്. ഇനി വൺസ് നിങ്ങൾ ഈ 4 റാങ്കും അടിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടൈം ആയിട്ട് തന്നെ ക്യാപ്റ്റൻ, സ്പാർട്ടൺ, ഡ്രീമർ, റൈഡർ അടിച്ച വ്യക്തിക്ക് സംബന്ധിച്ചിടത്തോളം 1,12,20,000 രൂപ എവറി മന്ത് ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഡ്രീമർ പ്ലസ് റൈഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2,20,000 രൂപ എവറി മന്ത് കിട്ടും. ഇനി നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് പ്ലാനിൽ, അത് ഇതിൽ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനിയിൽ ഫസ്റ്റ് പർച്ചേസ് കാറ്റഗറിയിൽ വരുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് അതിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കമ്പനി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ സ്റ്റാർട്ടപ്പ് ഉണ്ട്, പ്രീമിയം, മില്യൺ, ബില്യൺ, ട്രില്യൺ, ഇങ്ങനെ 5 രീതിയിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കമ്പനി ഫസ്റ്റ് പർച്ചേസ് സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ 10 RP പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് സ്റ്റാർട്ടപ്പിൽ എൻ്റർ ചെയ്യാൻ പറ്റുക. 100 RP പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ പ്രീമിയത്തിൽ എൻ്റർ ആവാം. മില്യണും ബില്യണും ട്രില്യണും നിലവിൽ നമുക്ക് ജോയിനിങ് ഓപ്പണിംഗ് അല്ല, നിലവിൽ സ്റ്റാർട്ടപ്പ് പ്ലസ് പ്രീമിയത്തിൽ മാത്രമാണ് ജോയിൻ സ്റ്റാർട്ട് ആക്കിയിട്ടുള്ളത്. ഇനി സ്റ്റാർട്ടപ്പിൽ നമുക്ക് ഒരാൾക്ക് 3 ഐഡിയ ഒരു എടുത്ത് വരാം. അങ്ങനെയാണെങ്കിൽ 30 RP പർച്ചേസ് ചെയ്തുകൊണ്ട് 3 ഐഡിയ നമുക്ക് ആക്ടിവേഷൻ ആക്കാം. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പും പ്രീമിയവും ഒരുമിച്ച് നമുക്ക് ആക്ടിവേഷൻ ആക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 130 RP ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 330 RP യൂസ് സിംഗിൾ ഐഡിയ ആണ് ആക്ടിവേഷൻ ആക്കുന്നുണ്ടെങ്കിൽ 110 RP, അതല്ലാന്നുണ്ടെങ്കിൽ 3 ഐഡിയ ആണ് ആക്ടിവേഷൻ ആക്കുന്നുണ്ടെങ്കിൽ 330 RP ഉപയോഗിച്ച് നമുക്ക് ഐഡിയ ആക്ടിവേഷൻ ആക്കാൻ പറ്റും. ഇപ്പൊ സ്റ്റാർട്ടപ്പ് ക്ലബിൽ നമ്മൾ വരുന്ന സമയത്ത് ഇത്രയും പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഫസ്റ്റ് പർച്ചേസ് സൈറ്റിൽ ഉണ്ടാവുക. ഈ സൈറ്റിൽ നമ്മുടെ ഓൺ പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിലേക്ക് വരാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ 10 RP പർച്ചേസ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 10 RP എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1000+ വരുന്ന ഒരു എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. ഒരാളെ ഡയറക്റ്റ് നിങ്ങൾ സ്റ്റാർട്ടപ്പിലേക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യുകയാണെങ്കിൽ 50 രൂപ സ്റ്റാർട്ടപ്പ് ബോണസ് ആയിട്ട് കമ്പനി കൊടുക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ പെയർ മാച്ച് നമുക്ക് കിട്ടുന്നത് 200 പെർ ഡേ ലിമിറ്റ് 25 ജോഡിയാണ്. സീലിംഗ് 5,000 റുപ്പീസ്. ഇതെന്താണെന്ന് സിമ്പിൾ ആയിട്ടും പറഞ്ഞുതരാം. നിങ്ങൾ ഈ ബിസിനസ്സിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വിങ് ഉണ്ടാവും, ഓൾട്ടർനേറ്റീവ്, കോപ്പറേറ്റീവ്. അത് ഒരു സൈഡിൽ എ, മറ്റു സൈഡിൽ ബി. ഇനി ബിന്റെ താഴെ F എന്ന് പറഞ്ഞ ഐഡിയ വന്നു. അത് 1:2 അല്ലെങ്കിൽ 2:1 എന്ന റേഷ്യോയിൽ പെയർ മാച്ച് എന്ന സമയത്താണ് ആദ്യത്തെ വരുമാനം നമുക്ക് പെയർ മാച്ചിൽ നമുക്ക് കിട്ടുന്നത്.
ആ ഫസ്റ്റ് പെയർ മാച്ച് 1:2 അല്ലെങ്കിൽ 2:1 എന്ന റേഷ്യോയിലാണ് 200 രൂപ നമുക്ക് വരുമാനം കിട്ടി. അതിനുശേഷം വരുന്ന ഓരോ പെയറിനും നമുക്ക് 200 രൂപ വെച്ച് നമുക്ക് വരുമാനം കിട്ടുന്നുള്ളതാണ്. ഓക്കെ, 2 പെയർ മാച്ച് ആവുന്ന സമയത്ത് 400 രൂപ വരുമാനം കിട്ടി. 5 പെയർ മാച്ച് ആവുന്ന സമയത്ത് 1000 രൂപ. 10 പേർ മാച്ച് ആവുന്ന സമയത്ത് 2000 രൂപ. അതുപോലെ തന്നെ 25 പേരാണ് മാച്ച് ആവുന്നതെങ്കിൽ 5000 രൂപ. ഇതാണ് പെർ ഡേ സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത്. അത് 1000 രൂപ പ്ലസ് മുടക്കി വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5000 റുപ്പീസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി കട്ട് ഓഫ് വരുന്നത് 12 മണിയാണ്, രാത്രി 12 AM ആണ്. വീക്ക്ലി 2 ടൈംസ് ആണ് കമ്പനി വരുമാനം കൊടുക്കുന്നത്. അതുപോലെ ബുധനാഴ്ചയും അതുപോലെ തന്നെ ശനിയാഴ്ചയും. അതുപോലെ തന്നെ നമുക്ക് ഇതൊരു ട്രഷർ പ്ലാനും കൂടിയാണ് നമുക്കുള്ളത്. നമ്മുടെ എവറി തേർഡ് വെയർ നെക്സ്റ്റ് ഇപ്പൊ നിങ്ങൾ പ്രീമിയം ID ആക്ടിവേഷൻ ആക്കാതെ വന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എവറി തേർഡ് വെയർ പ്രീമിയത്തിലേക്ക് ജമ്പ് ആവും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇനി പ്രീമിയം ആക്ടിവേഷൻ ആക്കാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്താൽ പോലും നിങ്ങളുടെ പ്രീമിയം ID ഓട്ടോമാറ്റിക്കലി ആക്ടിവേഷൻ ആവും. ഓക്കെ, എല്ലാ പ്ലാനിലും എവറി തേർഡ് വെയർ നെക്സ്റ്റ് ക്ലബിലേക്ക് ജനറേറ്റ് ആയി പോകുന്ന ഒരു അടിപൊളി, ലോകത്തിൽ തന്നെ ആദ്യമായി ബൈനറിയിൽ കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു ജമ്പിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ബില്യണിലും എവരി തേർഡ് വെയർ അതായിട്ട് ട്രില്യണിലേക്കും എത്തും. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്ത വ്യക്തിയാണെങ്കിൽ എന്താവും, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ട്രില്യൺ ID പ്രീമിയം ID മില്യൺ ID ബില്യൺ ID ട്രില്യൺ ID ആക്ടിവേഷൻ ആവുന്നുള്ളതാണ്. ഓക്കെ, ഇനി പ്രീമിയത്തിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് വരുമാനം കിട്ടുക എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. നമുക്ക് പ്രീമിയത്തിൽ വരുന്ന പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനി ന്യൂട്രാസ്യൂട്ടിക്കൽ വരുന്ന പ്രൊഡക്റ്റുകളാണ്. ഈ പ്രൊഡക്റ്റ് ആണ് ഒരാൾക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യുന്നെങ്കിൽ ഏകദേശം 10,000+ വരുന്ന ഒരു പാക്കേജ് ആണ്. നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ചൂസ് ചെയ്യാം. 100 RP നമ്മൾ സെലക്ട് ചെയ്താൽ മതി ടോട്ടലി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നത് 500 രൂപയാണ്. അവിടെ കോപ്പറേറ്റും ഓൾട്ടർനേറ്റും മാച്ച് ആകുമ്പോൾ കിട്ടുന്നത് 2000 രൂപയാണ്. സീലിംഗ് ലിമിറ്റ് വരുന്നത് 10 പേർ, അത് 20,000 രൂപ. നമ്മുടെ ഓൾട്ടർനേറ്റും കോപ്പറേറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാച്ച് ആകുമ്പോൾ ഇവിടെ കിട്ടുന്നത് 2000 രൂപയാണ്. ഫസ്റ്റ് പെയർ മാച്ച് മാത്രമേ 2:1 അല്ലെങ്കിൽ 1:1 ആണ്. അതിനുശേഷം മാച്ച് ആവുന്ന 1:1 എന്ന റേഷ്യോയിൽ 2000 കിട്ടും. ദെൻ അതിന് ശേഷം വരുന്ന 2 പേർ മാച്ച് ആകുമ്പോൾ 4000 കിട്ടും. 5 പേരാണ് മാച്ച് ആവുന്നതെങ്കിൽ 10,000 രൂപ വരുമാനം കിട്ടും. 10 പേരാണ് മാച്ച് ആവുന്നതെങ്കിൽ 20,000 കിട്ടും. ഈ 10 പേർ എന്ന് പറയുമ്പോൾ 10 ബിസിനസ് ആണ് കേട്ടോ. 10 ബിസിനസ് ഓൾട്ടർനേറ്റീവ് സെയിലും 10 ബിസിനസ് കോപ്പറേറ്റ് സെയിലും മാച്ച് ആവുന്ന സമയത്ത് 20,000 രൂപ വരുമാനം ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് തേർഡ് പെയർ ഇൻകം, അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടപ്പും പ്രീമിയം ആക്ടിവേഷൻ ആക്കി വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ വരെ വരുമാനം ആകുന്നവരെ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പിൽ നിന്നും പ്രീമിയത്തിലേക്ക് ജമ്പിങ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എല്ലാ പെയറും നമുക്ക് എന്ത് കിട്ടും, കറക്റ്റ് ആയിട്ട് സ്റ്റാർട്ടപ്പ് കിട്ടും. 5 ഒരു ദിവസം നമ്മൾ 5 ക്ലബും നമ്മളെ സീലിംഗ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പെർ ഡേ ഏൺ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ഐഡിയയിലൂടെ മാത്രം 1,22,25,000 രൂപ പെർ ഡേ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന നമ്പർ 1 അവസരമാണ് നമുക്കുള്ളത്. ഇനി 3 ഐഡിയ ആണെന്നുണ്ടെങ്കിൽ 3,66,70,500 രൂപ നമുക്ക് പെർ ഡേ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു കമ്പനിയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ITB ആണ്. അത് നിങ്ങൾ ഒരു ഓക്സിറൈസറായി ഒരു സിംഗിൾ ഡേ കൊണ്ട് ഓക്സിറൈസർ, അതായത് ഓക്സിറൈസർ ആവാനായിട്ട് നമുക്ക് വേണ്ടത് ഓൾട്ടർനേറ്റീവും കോപ്പറേറ്റിലും നമുക്ക് ഈ സ്റ്റാർട്ടപ്പിന്റെ ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 50 ബിസിനസ് ഓൾട്ടർനേറ്റീവിലും 50 ബിസിനസ് കോപ്പറേറ്റിലും വരികയാണെങ്കിൽ, സ്റ്റാർട്ടപ്പ് ബിസിനസ് വരികയാണെങ്കിൽ 10,000 രൂപ കൂടെ വരുമാനം കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, 25 ബിസിനസ് കിട്ടിയപ്പോൾ നമുക്ക് എത്രയായി, 5,000 രൂപ വരുമാനം കിട്ടി. 50 ബിസിനസ് വെച്ചാൽ സമയത്ത് 10,000 വരുമാനം കിട്ടി. നമുക്കറിയാം സീലിംഗ് ലിമിറ്റ് നമുക്കറിയാം 5,000 രൂപയാണെന്ന്. പക്ഷെ ബാക്കി 5,000 എന്തായിരിക്കും, വാഷ് ഔട്ട് ആയിരിക്കും. പക്ഷെ ഈ 5,000 നിങ്ങൾക്ക് ITBയിൽ നിങ്ങൾക്ക് ഇൻകം ആയിട്ട് കിട്ടുന്നുള്ളതാണ്. ഓക്കെ, അത് വാഷ് ഔട്ടും റാങ്കിൽ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. നമ്മുടെ ITB ഇതാണ്. ITB എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ് എന്നാണ്. അതായത് കമ്പനിയിൽ നടക്കുന്ന ടോട്ടൽ ബിസിനസിന്റെ 5% ഒരു സ്റ്റാർട്ടപ്പ് ആക്ടിവേഷൻ നടന്ന അതിന്റെയും 5% കമ്പനി മാറ്റിവെക്കുന്നത് ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റിലേക്കാണ്. അങ്ങനെ കമ്പനിയിൽ ടോട്ടൽ നടക്കുന്ന ബിസിനസ് ഒരു പൂളിലേക്ക് കമ്പനി മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഓക്സി സ്റ്റാർ ആയുള്ള വ്യക്തിയാണെന്നെങ്കിൽ, അതായത് കമ്പനിയുടെ ഒരു 5,000 രൂപ വരുമാനം വാങ്ങിയ വ്യക്തിക്ക് കമ്പനി ഒരു 2,500 രൂപ അഡീഷണലി ITB ഇൻകം ആയിട്ട് കൊടുക്കും. അതിന് മന്ത്ലി നമുക്ക് ആക്റ്റീവ് ആയിട്ട് ലീഡേഴ്സിനാണ് കൊടുക്കുന്നത്. മന്ത്ലി ഒരു 50 RPയുടെ ബിസിനസ് ലെഫ്റ്റും റൈറ്റും വന്നിരിക്കണം. റൈസർ ആണെന്നുണ്ടെങ്കിൽ 10,000 രൂപ വരുമാനം വാങ്ങുമ്പോഴാണ് റൈസർ ആവുന്നത്. റൈസർ 10,000 രൂപ വരുമാനം വാങ്ങുമ്പോൾ അഡീഷണലി ഒരു ITB ഇൻകം ആയിട്ട് ഒരു 5,000 റുപ്പീസ് കൂടി നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ റീപർച്ചേസിലെ റാങ്കിങ്ങും റൈഡർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 20,000 രൂപ വരുമാനമായി കഴിഞ്ഞാൽ കമ്പനിയിൽ അത്
ഇതിലും ITയിലും നമുക്ക് വരുമാനം കിട്ടും, അതുപോലെ തന്നെ ഷോപ്പ് ടൈപ്പ് ബോണസിലും നമുക്ക് ഇൻകം കിട്ടും. ഓക്കെ, ഇനി കമ്പനിയിൽ റീപർച്ചേസ് പ്ലാൻ, റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്, 19 ലെവൽ ഇൻകം ഉണ്ട്, ഗ്ലോബൽ റോയൽറ്റി ഉണ്ട്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ഉണ്ട്, പേഴ്സണൽ പർച്ചേസിംഗ് ഉണ്ട്, ഡെവലപ്മെന്റ് ഇൻകം ഉണ്ട്. അതുപോലെ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒക്കെ ഇതിലുണ്ട്. ഗോവ ട്രിപ്പ്, തായ്ലൻഡ് ട്രിപ്പ്, ദുബായ് ട്രിപ്പ്, സിംഗപ്പൂർ ട്രിപ്പ്, USA ട്രിപ്പ്, സ്പോർട്സ് ബൈക്ക്, സെഡാൻ കാറ്, SUV കാറ്, ലക്ഷറി ഫ്ലാറ്റ്, ലക്ഷറി വില്ല, ഡയമണ്ട്സ്, ഇതൊക്കെ കമ്പനിയുടെ റീപർച്ചേസ് പ്ലാൻ ഉണ്ട്. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് ഞാനിപ്പോൾ കടക്കുന്നില്ല. സോ അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് അവസരം എന്ന് പറയുന്നത് ട്രെയിനോഡിൽ സ്റ്റാർട്ട് ആക്കുക എന്നുള്ളതാണ്. അതിപ്പോ നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ U01 നിങ്ങൾ ഒരു 200 ബിസിനസ് മൊത്തം ക്ലോസ് ചെയ്ത് വിചാരിക്കുക. ഒരു സൈഡിൽ 100 ബിസിനസ്, മറ്റേ സൈഡിലും 100 ബിസിനസ് നിങ്ങൾ ത്രൂ അല്ലെങ്കിൽ ടീം ത്രൂ സംഭവിച്ചു വിചാരിക്കുക. നിങ്ങൾക്ക് ടീം ബോണസ് ആയിട്ട് മെയിൻ IDയിൽ ഒരു 20,000 രൂപ വരുമാനം കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ഓക്സി റൈഡർ ആയിട്ടുണ്ടാവും. അപ്പോൾ ITB ഇൻകം ഒരു 10,000, ടോട്ടൽ നിങ്ങൾക്ക് 30,000 രൂപ വരുമാനം കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ 3 ID, അതായത് ഒരാളുടെ പാൻ കാർഡിൽ 3 ID ആണ് കമ്പനി ജനറേറ്റ് ആയി കൊടുക്കുന്നത്. നിങ്ങൾ 3 ID ആക്ടിവേഷൻ ആക്കിയിട്ട് വന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സെയിം ബിസിനസ് നിങ്ങൾ എന്തായിരിക്കും, U1ന്റെ താഴത്ത് U2ന്റെയും U3ന്റെയും താഴെ ആയിരിക്കും ബിസിനസ് വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ IDയിലും 20,000 രൂപ വരുമാനം കിട്ടിയിട്ടുണ്ടാവും. രണ്ടാമത്തെ IDയിൽ U2ൽ 10,000 രൂപ വരുമാനം കിട്ടിയിട്ടുണ്ടാവും. U3ലും 10,000 വരുമാനം കിട്ടിയിട്ടുണ്ടാവും. മെയിൻ ID ഓക്സി റൈഡർ ആയിട്ടുണ്ടാവും. അതിൽ 10,000 രൂപയും ഓക്സി റൈസറിൽ 5,000 രൂപയും U3ലും ഓക്സി റൈസർ ആയിട്ടുണ്ടാവും. ടോട്ടൽ നിങ്ങൾക്ക് സെയിം എഫേർട്ടിന് 60,000 രൂപ വരുമാനം, 30,000 രൂപ അധിക വരുമാനം. അതിനെന്താ ചെയ്യേണ്ടത്, നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ സിംഗിൾ ID ആക്ടിവേഷൻ ആക്കുന്നതിന് പകരം 3 ID ആക്ടിവേഷൻ ആക്കി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു 10 മാസം കൊണ്ട് നിങ്ങളൊരു 130 RPയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് വരികയാണെങ്കിൽ, അതായത് 3 ID സ്റ്റാർട്ടപ്പിലും ഒരു ID പ്രീമിയത്തിലും ആക്ടിവേഷൻ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, ഒരു 2 ബിസിനസ് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മാസത്തെ വരുമാനം 3,200 രൂപ ആയിരിക്കും. രണ്ടാമത്തെ മാസത്തെ വരുമാനം 5,000. അതായത് നിങ്ങൾ കൊണ്ടുവന്ന ആ 2 ആളെ കൊണ്ട് ഈ സെയിം സിസ്റ്റം അവർ അടുത്ത മാസം കൊണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വരുമാനം 5,200 ആയിരിക്കും. മൂന്നാമത്തെ മാസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ 10,400 ആയിരിക്കും. നാലാമത്തെ മാസത്തെ വരുമാനം നിങ്ങളുടെ 20,800 ആയിരിക്കും. അഞ്ചാമത്തെ മാസത്തെ വരുമാനം 41,600 ആയിരിക്കും. ഈ സിസ്റ്റം പ്രകാരം പോകുമ്പോൾ 10 മാസം കൊണ്ട് നിങ്ങൾ സ്റ്റാർട്ടപ്പിലും പ്രീമിയത്തിലും റെഗുലർ സീലിംഗ് അച്ചീവർ ആയിട്ടുണ്ടാവും. മന്ത്ലി നിങ്ങളുടെ വരുമാനം 10,05,000 രൂപ ആയിരിക്കും. എവറി മന്ത് നിങ്ങളുടെ വരുമാനം. വെറും 10 മാസം കൃത്യമായിട്ട് ഈ സ്ട്രാറ്റജി റൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, കാരണം അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു അടിപൊളി അവസരമാണ് സത്യം പറഞ്ഞാൽ ഓക്സി നമ്മുടെ മുമ്പിലേക്ക് തരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി 3 ID കൂടി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 330 RPയിൽ നമ്മൾ ID ആക്ടിവേഷൻ ആക്കുകയാണെങ്കിൽ മന്ത്ലി സീലിംഗ് വരുന്നത് 22,50,000 രൂപക്ക് നമുക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റുന്ന അവസരമാണെന്നുള്ളതാണ്. ഇനി ബിസിനസ് സ്ട്രാറ്റജിയിൽ നമുക്ക് 3 രീതിയിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പ്ലാൻ എ, ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് 330 RPയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ബിസിനസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്നത് ഒരു 40,000 രൂപയുടെ പർച്ചേസ് ആണ്. നമുക്ക് ഫസ്റ്റ് ടൈം സിംഗിൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ എയിൽ നമുക്ക് വരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മന്ത്ലി നേരത്തെ പറഞ്ഞ പോലെ 22,50,000 രൂപ വരെ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പ്ലാൻ ബി ആണെന്നുണ്ടെങ്കിൽ 130 RPയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുടക്ക് മുതലായിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള എമൗണ്ട് ആയിട്ട് വരുന്നത് 17,500 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ മന്ത്ലി 10,50,000 രൂപ വരെ ഏൺ ചെയ്യാനുള്ള അവസരം നമുക്കുണ്ട്. ഇനി പ്ലാൻ സി എന്ന് പറയുന്നത് 30 RP എന്ന് പറയുമ്പോൾ ഏകദേശം 5,000 രൂപയുടെ ഒരു പർച്ചേസ്, വൺ ടൈം പർച്ചേസ് നടത്തുന്നതിലൂടെ മന്ത്ലി 4,50,000 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന അവസരമാണ് നമുക്കുള്ളത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഓക്സി എന്ന് പറയുന്നത് 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു റിസ്ക്കും നമുക്ക് ഇതിലില്ല. പാർട്ട് ടൈം ആയിട്ടും നമുക്കിത് ചെയ്യാം. ഫാമിലി ബിസിനസ് ആണ്. ടൈം ലിവറേജ് ഉണ്ട്. പാസീവ് ഇൻകം നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ എൻജോയ് ടൈം വിത്ത് മണി ആൻഡ് മണി വിത്ത് ടൈം. ഓക്കെ, അതുപോലെ തന്നെ എൻജോയ് ഫിനാൻഷ്യൽ ആൻഡ് പേഴ്സണൽ ഫ്രീഡം. നോ പ്രീവിയസ് എക്സ്പീരിയൻസ് റിക്വയർഡ്. അതായത് നിങ്ങൾക്ക് മുമ്പത്തെ ഒരു എക്സ്പീരിയൻസ് ഇതിൽ ആവശ്യമില്ല. ഏത് സാധാരണ വ്യക്തിക്കും ഇത് സ്റ്റാർട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നോമിനി ഫെസിലിറ്റി ആണ്. അതായത് നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിങ്ങൾക്ക് നാളെ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരികയോ അല്ലെങ്കിൽ നാളെ ഈ ഭൂലോകത്ത് നിങ്ങൾ ഇല്ലാതാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങളുടെ നോമിനിക്ക് കമ്പനി കൊടുക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ. അതുപോലെ തന്നെ ഒരു ID ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ 3 ID വരെ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 100% റിട്ടേൺ പോളിസി ഉണ്ട്, 30 days.
സ്പെഷ്യൽ ട്രെയിനിങ്സ് പ്രീമിയം കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീക്കിലി 2 ടൈംസ് ആണ് INR ബാങ്ക് അക്കൗണ്ടിലേക്ക് കമ്പനി ഇൻകം തരുന്നത്. അതുപോലെ തന്നെ എല്ലാ ഇൻകത്തിൽ നിന്നും 10% TDS അതുപോലെ തന്നെ സർവീസ് ചാർജും കമ്പനി ഈടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും നിങ്ങളുടെ ഏത് തൊഴിലാളി സംഘടന യൂണിയൻ ആണെന്നുണ്ടെങ്കിലും അതിന്റെ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കാരണം നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യാൻ ഡയറക്ട് സെല്ലേഴ്സ് യൂണിയനും കൂടി നമുക്ക് സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം അല്ലെ, ആ സമയം ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു എന്ന് ചോദിക്കുന്നില്ല. ഇനിയുള്ള ടൈം പ്രിഷ്യസ് ടൈമാണ്. പ്രീഷ്യസ് ടൈം നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം എന്നറിയാം. അത് ഒന്ന് ഫ്യൂച്ചറിസ്റ്റിക് ഇൻഡസ്ട്രി ആണെന്നുള്ളത്, അതുപോലെ തന്നെ എല്ലാ ദിവസവും വളരുന്ന മേഖലയാണെന്നുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയാണോ എന്നാണ് നമ്മൾ ഇന്ന് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ താങ്ക് യു, ഐ റെസ്പെക്ട് യു ആൾ. ഇത്ര നേരം ഈ ഒരു വീഡിയോ കൊണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെ ജീവിതത്തിലും ഓക്സിയിലൂടെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു.